ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വീണ്ടും വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. കാരണം ഞങ്ങള് നമ്മുടെ ബാങ്കോക്ക് ഫാഷന്റെ പുതിയ സ്റ്റോക്ക് ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിൽ 2 മാസം ടൈം എടുത്താണ് എത്തിയത്. കഴിഞ്ഞ തവണ നമ്മള് ഫ്ലൈറ്റിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആകെ കൂടെ 4-5 ദിവസത്തിലെത്തി. ഇത്തവണ ഷിപ്പ് ആയതുകൊണ്ട് ഏകദേശം 2 months ആയി ഇറങ്ങാനായിട്ട്. നമുക്കത് കിട്ടുന്നവരെ ടെൻഷനാണ്, കൈ കിട്ടുന്നവരെ ടെൻഷനാണ്. കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ട്, അസോഡൈറ്റ് ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ പാസ് ചെയ്ത് സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം. സോ അത്രയും നൈസ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് ആക്ച്വലി ഒരു ഒത്തന്റിസിറ്റിക്കും കൂടെ വേണം. കാരണം ഇപ്പോഴും നമ്മളെ അറിയാത്ത കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ട്, ലൈക്ക് നമ്മുടെ സാധനം ജെനുവിൻലി തായ്ലൻഡിൽ നിന്നാണോ വരുന്നത്, നമ്മൾ തന്നെ ഇമ്പോർട്ട് ചെയ്യാണോ. എനിക്ക് പേഴ്സണലി ഞാൻ ഇവിടെ കസ്റ്റംസിനോടും നമ്മുടെ ഏജന്റിനോടൊക്കെ ചോദിച്ചിട്ടും നമ്മൾ മാത്രമേ കൊച്ചിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇതുപോലെ തായ്ലൻഡിൽ നിന്ന് ക്ലോത്ത് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഹോൾസെയിലായിട്ട് ചിലപ്പോൾ ചെയ്യുന്ന കുറേ പേര് കാണും, തായ്ലൻഡിനല്ല ചൈനയിൽ നിന്നൊക്കെ. അത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മൾട്ടിപ്പിൾ ആൾക്കാർ വാങ്ങുന്നതായിരിക്കും. പക്ഷെ ഒരു ബൊട്ടീക്ക് ഇൻഡിവിജ്വലി ആയിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് ആസ് ഓഫ് നൗ നമ്മുടെ നോളജ്. സോ ദാറ്റ്സ് എ ബിഗ് ഓണർ. ആൻഡ് ഇത്തവണ നമുക്ക് കുറേ അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് ജസ്റ്റ് ഫോർ ഒത്തന്റിക്കേറ്റിംഗ് ടു ഷോ ദാറ്റ് അവർ ഇസ് ജെനുവിൻലി ഇമ്പോർട്ടഡ് ഫ്രം ബാങ്കോക്ക്. നമ്മുടെ വണ്ടി നമുക്ക് നമ്മുടെ പെട്ടി ഓട്ടോ പോലും നമുക്ക് അകത്ത് കയറ്റാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ പെട്ടി ഓട്ടോന്റെ നമ്പർ. സാധനങ്ങൾ കയറ്റുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ഇതുവരെ നമ്മുടെ ക്ലിയറിംഗ് ഏജന്റ് ഫ്രണ്ട്സിന്റെ ഫോണിലുണ്ട്, കാണിച്ചേ കണ്ട, അത്രയും ക്ലിയർ ആയിട്ട് ഇതുവരെ നമുക്ക് അയച്ചു തരും. സോ വെരി വെൽ കോർഡിനേറ്റഡ് ആണ് ജസീമിന്റെ വർക്ക്. ഇത് പോർട്ടാണ് ഇവരുടെ. നമുക്ക് ഇതിന്റെ അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, പക്ഷെ അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഇവരുടെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഹാപ്പി ഡേ. ഇവിടെ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിന്റെ പുറകിൽ. പക്ഷെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഏജന്റിന്റെ നമ്പർ അടിയിൽ കൊടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിയറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാൻ പറ്റുള്ളൂ. സോ ഞങ്ങൾക്കിപ്പോൾ 2 തവണയും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തു തന്ന ആള് ജസീം എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. നമ്മൾ നമ്പർ കൊടുക്കാം. GST, ഡ്യൂട്ടി, അസോ ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. പക്ഷെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പുള്ളി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ആർക്കെങ്കിലും ഇമ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ അടി കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോ. ഇത് നമുക്കകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടനോട് എടുക്കാൻ പറഞ്ഞാണ്. നമ്മുടെ ഷിപ്മെൻറ്റ്സ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കോടി കണക്കിനുള്ള പാർസൽസ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് നോക്ക്. ഹ്യൂജ് സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ അകത്ത്. ഓത്തറൈസ് പേഴ്സണിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞാൻ എത്രയോ റിക്വസ്റ്റ് ചെയ്തിട്ടാണെന്ന് അറിയാതെ നമ്മുടെ ബോക്സ് ഒരു ഹാപ്പി സ്റ്റോറിനെ ക്ലോസപ്പ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യനാ ചേട്ടൻ അതെങ്കിലും ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഏകദേശം ഒരു 12-13 ബോക്സസ് ആണെന്ന് തോന്നുന്നു വരുന്നത്. എവറിത്തിങ് കണ്ടിട്ട് സേഫായിട്ട് തോന്നുന്നു. 2 മാസമായി പാക്ക് ചെയ്ത് വിട്ടിട്ട് ആ സെയിം ഷേപ്പിലാണോ എന്ന് അറിയണം വന്നു കഴിയുമ്പോൾ. അതാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ. ഇനി കാണുമ്പോൾ എന്തൊരു സന്തോഷം. ഒരു ഹാപ്പി സ്റ്റോർ ഇന്ത്യ. പ്രിൻസിന്റെ കഴിവാണ് കേട്ടോ പ്രിൻസ് പാക്കിംഗ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഈ കൊല്ലത്തിലെത്തില്ലായിരുന്നു. ഹായ് ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ടു അവർ വ്ളോഗ്. ഇത് ആക്ച്വലി ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം നമ്മുടെ പ്രൊഡക്ട്സ് വീണ്ടും സാധാരണ ഒരു തവണ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 6 monthsത്തേക്ക് ആ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ കൊണ്ടുവരുന്ന സെയിം സപ്ലയറിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ. പക്ഷെ ഇത്തവണ കൊണ്ടുവന്ന് അവർ വീണ്ടും ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത്രയും ഐറ്റംസ് ടെസ്റ്റ് ചെയ്യണ്ടേ. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് വൈസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇത് ആക്ച്വലി അസോഡൈ എന്ന് പറഞ്ഞൊരു ഡൈ ആണ്. സോ അതിൻ്റെയാണ് ഈ ചെക്കിങ് വരുന്നത്. അത് ആക്ച്വലി നമുക്ക് ഹാംഫുൾ ആണ്. സോ ഇന്ത്യയിലുള്ള ക്ലോത്ത്സിന് അത് ബാൻഡ് അല്ല. പക്ഷെ നമ്മൾ എബ്രോഡിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ അത് ബാൻഡാണ്. അപ്പോൾ ആ ടെസ്റ്റ് കഴിഞ്ഞ് ഭാഗ്യത്തിനതേ നമുക്ക് ഇവിടെ സ്ക്രീൻഷോട്ടൊക്കെ അടിക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് ആൻഡ് വെരി ഹാപ്പി. അപ്പോൾ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് ആൻഡ് ഇനി ആ പ്രൊഡക്ട്സ് ഒക്കെ കാണിക്കാം. പ്ലസ് നമുക്കിവിടെ കുറേ നല്ല നല്ല പുതിയ ബ്രാൻഡ്സും വന്നിട്ടുണ്ട്. തൊണ്ട സ്ട്രെസ്സിൻ്റെ ഒന്നും പനിയൊക്കെ അടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. നമുക്ക് ഇവിടെ നിൽക്കുന്ന ചേച്ചി അത്യാവശ്യമായിട്ട് വേണ്ടെന്ന് പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ ഒരു മോപ്പ് വാക്യൂം ക്ലീനർ കൊടുത്തായിരുന്നു. പക്ഷേ ഈ ഡ്രസ്സിൽ നിന്നൊക്കെ ഡസ്റ്റ് വരുന്നുണ്ട്. അതല്ലാതെ ഇതിൻ്റെ ഇടയിലൊക്കെ ഡസ്റ്റ് ചെയ്യാൻ പാടാണ്. സോ അതിനു വേണ്ടി ഒരു വാക്യൂം ക്ലീനറും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് മെഷീൻ ഗണ്ണല്ല, ഇതാണ് ഞാൻ പറഞ്ഞ അഗാരോന്റെ സുപ്രീം വാക്യൂം ക്ലീനർ. ഇത് നോക്ക്. അപ്പൊ ഇതില് നമ്മൾ മെയിൻ ആയിട്ട് 400 wattsന്റെ പവർഫുൾ മോട്ടറാണുള്ളത്.
200 mAh ബാറ്ററി ഉണ്ട്. സോ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വയർലെസ് ആണ്. നമ്പർ 1 വയർലെസ് ആണ്. ആൻഡ് നമുക്ക് ഇതില് നമുക്ക് 60 മിനിറ്റ്സ് 3 പവർ മോഡ് ഉണ്ട്. ഏറ്റവും ലോ സെറ്റിംഗിൽ നമുക്ക് 60 മിനിറ്റ്സ് കിട്ടും. ആൻഡ് ഏറ്റവും ഹയസ്റ്റ് സെറ്റിംഗ്സിൽ 8 മിനിറ്റ് വരെ ആണ് നമുക്ക് ഇതിന് ഡ്യൂറേഷൻ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഈ വേസ്റ്റ് എടുക്കുന്ന സംഭവം 1/2 ലിറ്റർ വരെ വേസ്റ്റ് എടുക്കും. സോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ഒരു ഫുൾ വീട്, അത്യാവശ്യം അഴുക്കുള്ള വീട് ഫുൾ ക്ലീൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിലുണ്ട്. പിന്നെ ഇതിന്റെ ഹെഡ്സ് ആണെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി വെക്കാം. പല യൂസിനുള്ള പല ഹെഡ്സ് ഉണ്ട്. ഇപ്പൊ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് 270 ഡിഗ്രീസ് വരെ തിരിയാൻ പറ്റുന്ന ഇലക്ട്രിക് അസിസ്റ്റൻസ് ഉള്ള മോട്ടോർ വീലാണ്. അതല്ലാതെ ഇതിൻ്റെ കൂടെ വേറെ ഈ കാണുന്ന പോലത്തെ 3-4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, പോർട്ടബിൾ ആണ് ആൻഡ് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. സോ ഐ തിങ്ക് സോ ഇത് നമുക്ക് ഡസ്റ്റിംഗ് മാത്രമാണെങ്കിൽ, വാക്യൂമിങ് മാത്രമാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ വാക്യൂമിങ്ങും മോപ്പിംഗ് ഉള്ള ഒരു വാക്യൂം ക്ലീനർ ഉണ്ട്. പക്ഷെ അത് ഇത്രയും പോർട്ടബിൾ അല്ല. ഇത് നമ്മുടെ സ്റ്റോറിലേക്ക് ഒരു നല്ല അഡീഷൻ ആയിരിക്കും. ഇതിൽ അവർ പറയുന്നുണ്ടല്ലോ 99.99% ഓഫ് അലർജൻസ് വരെ എടുക്കും. സോ പെറ്റ് ഹെയർ ആണെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണെങ്കിലും എല്ലാം സക്ക് ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഹെഡ്സ് മാറ്റി നമുക്കിത് ഹാൻഡ് ഹെൽഡ് വാക്യൂം ക്ലീനർ ആയിട്ട് ഉപയോഗിക്കാം. ഇവർ 2-in-1 വാക്യൂം ക്ലീനർ എന്നാണ് ഇത് പറയുന്നത്. നല്ല പ്രോഡക്റ്റ് ആണ്. 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് വേണ്ടവര് ഇമീഡിയറ്റ്ലി തന്നെ ഓർഡർ ചെയ്യുക. കാരണം നമ്മുടെ വീട്ടിൽ വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. വെൽക്കം ടു ബ്രാൻഡ് ന്യൂ ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക്. അതും ബാങ്കോക്ക് ഫാഷൻ ബുട്ടീക്ക് ആണ്. ഈ ചിരി എല്ലായിരുന്നല്ലോ 5 ദിവസം മുമ്പ് നമ്മുടെ സാധനം ടെസ്റ്റിംഗ് വിട്ടപ്പോ. അത് പുതിയ സാധനങ്ങൾ വന്നു പറഞ്ഞിട്ടാണ് ഓടി വന്ന് കേറിയതാണ്. ഇപ്പൊ പുതിയ സാധനങ്ങൾ വന്നാലും അവര് വരും. അപ്പൊ പുതിയ കുറച്ചല്ല, എല്ലാം പുതിയ കളക്ഷൻസ് നമ്മൾ കേറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ വരാൻ പോകുന്നത് എല്ലാത്തിനും നമ്മൾ 2 പീസ് വെച്ചിട്ടല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ വെറൈറ്റീസ് കൂടുതൽ കാണും. വെറൈറ്റി ആയിരിക്കും. പുതിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരൂ. ആദ്യം തന്നെ ഷർട്ട് ഡ്രസ്സിൽ തുടങ്ങാം. ഷർട്ട് ഡ്രസ്സിനാണ് ഇവിടെ ഭയങ്കര നേരത്തെ ബ്രേക്ക് ഉണ്ടായിരുന്ന പോലത്തെ ടൈപ്പ് അല്ലേ? അത് പിന്നെയും കിട്ടി. പിന്നെയും പാറ്റേൺ വ്യത്യാസമുണ്ട് ഏകദേശം. പക്ഷെ ഇങ്ങനത്തെ ലോങ് ഷർട്ട് ഡ്രസ് ആണ്. ഷർട്ട്സ് ഇത് ഞാൻ അന്നത്തെ വ്ളോഗിൽ ഇട്ടില്ലേ, അതാണ് അന്നത്തെ വ്ളോഗിൽ ഇട്ടത്. നല്ല പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ നല്ല പ്രിന്റ്സും കുറെ നല്ല കളേഴ്സും. ഇങ്ങനത്തെ ഷോർട്ട് ഡ്രസ്സസ് ഉണ്ട്. ഇവര് ചോദിച്ചതാ, റീസ്റ്റോക്ക് ചെയ്തതാട്ടോ ഇത്. ഇത് ഞാനും മമ്മിയും രഞ്ജിനിയും നമ്മുടെ ഫാമിലിയിൽ ഒട്ടുമിക്കവർക്ക് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഷോർട്ട് ഡ്രസ് അത് കുറെ പാച്ച് വർക്ക് ഉള്ളത് പോലത്തെ പാച്ച് വർക്ക് വെച്ച് ചെയ്ത ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട്. ഡോട്ട്സ് ഉള്ള പാൻസ് കണ്ടാല് ആക്ച്വലി ഒരു സ്കേർട്ട് മാതിരി തോന്നും. പക്ഷെ ഇത് കേട്ടോ ലൂസ് പാൻസ് ആണ് കേട്ടോ. സ്കേർട്ട് ഇത് കൊള്ളാലോ. ഇതില് ഫ്രണ്ടിൽ കയറി ബാക്കിൽ ഇറങ്ങിയായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ നല്ല ഫാഷനബിൾ ആയ ഡെനിം സ്കേർട്ട് ഉണ്ട്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കോട്ട് സെറ്റ്. കോട്ട് സെറ്റ് ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയപ്പോഴും ഈ സ്റ്റാഫും പറഞ്ഞു, മാം കോട്ട് സെറ്റ് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നോട്ടാ. അതിന്റെ എൻക്വയറി കൂടുതൽ. ഇതിന്റെ കുറെ കളേഴ്സും ഉണ്ട് കേട്ടോ. ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഈ വച്ചപ്പോ തന്നെ കുറച്ച് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എടുത്തിടാൻ പറഞ്ഞു ബാക്കിയുള്ള കളേഴ്സ്. ഇവിടെ വരുന്നവര് ബാങ്കോക്കിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോ പിന്നെ എന്താ ഇവിടുത്തെ ക്വാളിറ്റിയുടെ പ്രശ്നത്തിലാണോ കാരണം എന്നൊക്കെ. പക്ഷെ ബാങ്കോക്കിൽ കൊണ്ടുവരുന്നതിന് ക്വാളിറ്റി കണ്ണടച്ച് ഞാൻ ഗ്യാരണ്ടി ആണ്. നല്ല ഒരു വാഷ് കഴിഞ്ഞാൽ കളറ് പോവില്ല. എത്ര നാള് വരെ ഇട്ടുകൊണ്ട് നടക്കാന്ന് പറയും. ഇപ്പൊ ഞാൻ മിക്കതും ബാങ്കോക്ക് ഫാഷന്റെ ഔട്ട്ഫിറ്റ്സ് ആണ്. 1 വർഷം 2 വർഷത്തോളം ഇപ്പോഴും അന്ന് തുടങ്ങിയ ബാങ്കോക്ക് ഫാഷൻ ഡ്രസ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് അല്ലേ? അല്ല, നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ഒരു അശ്വതിയൊക്കെ ഇപ്പോഴും ആ പഴയ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടല്ലേ നടക്കുന്നത്. ക്വാളിറ്റിയില് ഒരു എന്താ പറയാ നമ്മള് ഒരു ഇതും കാണിക്കും. കൊടുക്കുന്ന പൈസക്ക് എന്തായാലും ബേർത്ത് അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറച്ചും കൂടെ കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ മാക്സിമം അഫോർഡബിൾ രീതിയിലാണ് പ്രൈസ് ചെയ്യുന്നത്. ഇത്രയും എക്സ്ട്രാ ചാർജസ് എല്ലാം വന്നിട്ട് പോലും. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി തന്നെ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇത് കൊള്ളാം, നല്ലതല്ലേ? ഇതൊരു കോട്ട് സെറ്റ് ആണ്. ഇതിന്റെ സ്ലീവ് കണ്ട ഇങ്ങനെ ബട്ടർഫ്ലൈ സ്ലീവ് എന്ന് പറയും. ഓക്കെ. ആൻഡ് ഇത് പാൻസ്. ഇതിന്റെ 3-4 കളേഴ്സ് ഉണ്ട്. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്. കോട്ട് സെറ്റ്സ് എപ്പോഴും ഡിമാൻഡ് ഉള്ള, എസ്പെഷ്യലി ഇങ്ങനത്തെ സമ്മർ വെയർ കോട്ട് സെറ്റ്സ്. ഇപ്പൊ കോട്ട്
കോൺസെപ്റ്റ്സ് ആണല്ലോ ട്രെൻഡും. അതെ, അത് കണ്ടോ ബ്ലൂ. ഓക്കെ. ഇത് നമ്മൾ അവിടെ ഒരു സെയിൽസ് ഗേൾ ഇട്ട് കണ്ടിട്ട് പ്രിയ ആ സെയിൽസ് ഗേൾസിനോട് ഈ സെയിം എനിക്ക് തരാം. കാണിക്കാൻ തന്നെ എല്ലാം കാണിക്കും ഇവര്. അവർക്ക് ഇവിടെ വന്ന് കാണണ്ടേ സാധനങ്ങള്. ഇത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ഇത് നല്ലത്. ഇതിന്റെ കൂടെ ഒരു ഗോൾഡൻ ബെൽറ്റ്, ഗോൾഡൻ ആക്സസറീസ് ഒക്കെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ സംഭവമായിരിക്കും. സ്റ്റൈലിഷ്. അപ്പൊ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഏഷ്യൻ പെയിന്റ്. അത് ഇപ്പൊ എവിടെ പോയപ്പോൾ ഇട്ടത്? കാലിക്കറ്റാ. ഏഷ്യൻ പെയിന്റ് ഞാൻ ഇട്ടത് വേറെ കളറാ. മനസ്സിലായി. ഇത് വേറെ കളറാ. ഏഷ്യൻ പെയിന്റ്. അപ്പൊ ലൈഫിൽ കുറച്ച് കളർ വേണമെങ്കിൽ നിങ്ങൾ ഈ ഡ്രസ് ഇട്ടാ മതി. ലൈഫേ കളർഫുൾ ആവും. ഇത് ലോങ് കഫ്താനാണ്. ഓക്കെ. ഇങ്ങനത്തെ 3-4 പീസ് ഉണ്ട്. അത് ഓരോന്നറിയില്ല. ലോങ് കഫ്താൻ. ഇങ്ങനത്തെ ലോങ് കഫ്താൻസും അവൈലബിൾ ആണ്. ടോപ്സ് മെയിൻ ടോപ്പ് ആണ്. സ്ട്രോബെറി ടോപ്പ് ഉണ്ടോ? ഒരെണ്ണമുള്ളല്ലോ. സ്ട്രോബെറി ഇല്ല. ഇല്ല, കഴിഞ്ഞ പോയി തോന്നുന്നു. ആൻസി സ്ട്രോബെറി ടോപ്പ് പോയി. അത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടേ കിട്ടിയുള്ളായിരുന്നു. നമുക്ക് ആകെ 5 പീസ് 5-4 കണ്ടേ കിട്ടിയുള്ളൂ. ഓക്കെ. അപ്പൊ ടോപ്സ് ആക്ച്വലി നമ്മുടെ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലൊക്കെയാ തുടങ്ങുന്നത് കേട്ടാ. ഇത് കണ്ടോ, നല്ല നല്ല എന്താ ചെക്കാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. കോട്ടൺ ആണ്. നല്ല ഫ്രിൽസ് പോലെ കിടക്കും. അതായത് പാത്തുനച്ചിന് പ്രായമുള്ളവർക്കും ഇടാം, കൊച്ചുകുട്ടികൾക്കും വേണമെങ്കിലും ഇടാം ആസ് എ ഡ്രസ്. എന്നിട്ട് വലിയവർക്കും ഇടാം ആസ് എ ടോപ്പ്. ഒരു പിങ്ക് ഉണ്ടായിരുന്നു, അത് നല്ല ഭംഗിയാണ്. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടും. ഇതും സ്ട്രോബെറി ആണ്. ഇതും സ്ട്രോബെറി ആണ്. ഇത് ചെറിയ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ കെട്ടുന്ന ടൈപ്പ്. ഇതിന്റെ പിങ്കും ഉണ്ട്. അത് പിങ്ക് പോയി തോന്നുന്നു. ഓർഗൻസ ഫാബ്രിക്കില് ഇങ്ങനെ ഒരു സൺഫ്ലവർ പോലത്തെ ഫ്ലവർ തുണി കേട്ടോ. ഇങ്ങനത്തെ ടോപ്സ് ഉണ്ട്. ഇത്തവണ കുറച്ച് ഇതുപോലത്തെ ഫങ്കി ആയിട്ടുള്ള ടീഷർട്സും കൊണ്ടുവന്നിട്ടുണ്ട്. അത് തേക്കാറുണ്ട് കേട്ടാ. ഇത് കൊള്ളാല്ലേ, നല്ലല്ലേ, സ്റ്റൈലിഷ് അല്ലേ. സോ ഇങ്ങനത്തെ കുറച്ച് ഫങ്കി ടീഷർട്സ്. ഇത് ഒന്ന് ഞാനും അതൊന്നും എന്റെ ചേച്ചി കണ്ടാലും പറയും. അല്ലെങ്കിൽ ഒന്ന് പാത്ത് ഒന്നും അത് ചിലപ്പോ കറക്റ്റാ അല്ലേ. കണ്ടോ, ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡഡ് ഷോർട്സ്. ഇതിന്റെ അകത്ത് ഇന്നറും വരും. ഇതിന്റെ കൂടെ തന്നെ സ്ലിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡഡ് ആണ്. നല്ല ഭംഗിയില്ലേ, ഡബിൾ ഫുൾ ആണ്. ഫുൾ കളർഫുൾ ആട്ടാ ഇത്തവണ. നമ്മൾ അധികം ന്യൂട്രൽ പിടിക്കാതെ കളർഫുൾ. പല പല പ്രിയയുടെ മുഖങ്ങൾ എന്ന് പറയുന്ന പോലെ. അയ്യോ, അത് ഇഷ്ടം മാതിരി കണ്ടിട്ടുണ്ട്. ഈ ഡ്രസ്സിൽ കാണുന്ന മാത്രമല്ല അത്. പല പല പ്രിയയുടെ മുഖങ്ങൾ. അങ്ങനത്തെ പല മുഖങ്ങളുള്ള ഷർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഏത് മൂടാണെങ്കിലും ഈ ഷർട്ട് ഇടാം. പോയിന്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലേ, അങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒന്നും നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല ഇവിടെ. ഇത്തവണ ഫുൾ ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ആണ്. പൈ ദോശ പോലെ 130 വെറൈറ്റി ദോശ എന്ന് പറയുന്ന പോലെ 220 വെറൈറ്റീസ് ഓഫ് ക്ലോത്തിങ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ബാങ്കോക്കിലെ വ്ലോഗ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും ഈ ഷർട്ട്. നോട്ടുള്ള ഓർമ്മയില്ലേ, നോട്ടുള്ള ഷർട്ട്. ഇതിന്റെ ബ്ലാക്കും ഉണ്ടായിരുന്നു, ബ്ലൂ ഉണ്ടായിരുന്നു. ഇപ്പൊ വൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ. വൈറ്റ് കേട്ടോ. അതാണ് നോട്ട് ഷർട്ട്. ഇത് ക്രോപ്പ് ഷർട്ട് ആണ്. ജീൻസിന്റെ കൂടെ ഒക്കെ പോവാൻ, ബ്ലൂ ജീൻസിന്റെ കൂടെ നല്ല fashionable and trendy. And see this is also a trendy shirt. It is also ഭയങ്കര രസമുണ്ട് അല്ലേ. കുറച്ച് നല്ല ക്ലാസി ആയിട്ടില്ലേ. ഇതിന്റെ കോളറും പോക്കറ്റും കഫ്സും ഉണ്ട്. വേറെ ഫാബ്രിക്കിന്റെ. ആൻഡ് ഷർട്ട് ഇതിന്റെ ബാക്കിയുള്ളതൊക്കെ ഷർട്ട് ടൈപ്പ്. നല്ല ഭംഗിയുണ്ട്. ഇതും ആക്ച്വലി യു ക്യാൻ വെയർ ഇറ്റ് വിത്ത് ജീൻസ് ഓർ ഇത് കണ്ടോ, you can pair it with like this shorts in കൂടെ. no ആ സ്കേർട്ട്. it's just a skirt പക്ഷേ അകത്ത് ഷോർട്സ് പോലെ ഉണ്ട്. ഓക്കേ, ഒരു കോട്ട് സെറ്റ് ലുക്ക് പോലെ വരും. ഇതിന്റെ കൂടെയും അല്ലെങ്കിൽ ഡെനിം ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യും. ഇങ്ങനത്തെ ജംപ് സൂട്ട് ഉണ്ട്, അതായത് സ്ലീവ്ലെസ് ജംപ് സൂട്ട്. ഇതിന്റെയും ലൈക്ക് 3 കളേഴ്സ് ഉണ്ട്. വൈറ്റ്, പിന്നെ കുറച്ച് ജീൻസസ് ഉണ്ട്. മറ്റേ കൊറിയൻ ജീൻസ്. ഇത് ആക്ച്വലി അവര് കൊറിയക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന കൊടുക്കുന്ന ടീംസിന്റെ ഇതാണ് നമ്മൾ കുറച്ച് കൊറിയൻ ജീൻസ് എടുത്തത്. ഇതൊരു എക്സ്പെരിമെന്റൽ ബേസിൽ എടുത്താണ്. ക്വാളിറ്റിയുടെ അല്ല, ഈ ഒരു പാറ്റേണോടെ പോകുന്ന അറിയില്ലല്ലോ. സോ ഇങ്ങനത്തെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ പാറ്റേൺസ് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സസ് ഉണ്ട്. ദിസ് ഈസ് ലൈക്ക് എ പാർട്ടി വെയർ ഓഫ് തിങ്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ യു ക്യാൻ വെയർ ദ ഡെനിം ജാക്കറ്റ് ഉണ്ടോ. ഇതുണ്ട് സ്റ്റാർ ഓഫ് ദ ഡേ. ഇത് ഇട്ടിട്ടുണ്ടല്ലോ ഇത് വ്ളോഗില്. ഇല്ല, ഞാൻ
മാറ്റി വെച്ചിട്ടില്ല, എനിക്ക് ഒരു പീസേ ഉള്ളൂ തോന്നുന്നു, മാറ്റി വെക്കണം. അപ്പൊ ഇതിന്റെ ഇത് കണ്ടോ, ഇതിന്റെ സ്റ്റൈലുണ്ട്, സ്റ്റൈൽ, ഇതിന്റെ ഒരു ഡയഗണൽ പോലെ ലോങ് ആയിട്ട് കിടക്കും. അപ്പൊ യു ക്യാൻ വെയർ ഇറ്റ് ആസ് എ ഡ്രസ് ഓൾസോ, ഓർ ജീൻസ് ഇടണെങ്കിലും ലെഗിൻസ് ഇടും, എന്താണെങ്കിലും കൂടെ പോകും. അതെ, ഇതുപോലെ തന്നെ ഇനി നമുക്ക് വന്നിരിക്കുന്ന കിഡ്സ് ബ്രാൻഡിൽ ഒരു അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട്, അത് കാണിക്കാം. ഇമ്പോർട്ടഡ് അഫോർഡബിൾ ജ്വല്ലറി വന്നിട്ടുണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. ഷോപ്പ് ഇപ്പം എല്ലാരോടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനും പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ കുറെ പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണും. ഇതേ ടോയ്സിന്റെ വരെ ഇപ്പൊ പുതിയ സ്റ്റേഷനറീസ്, ഇതെല്ലാം ബ്രാൻഡ് വന്നിട്ടുണ്ട് ടോയ്സിന്റെ. നമ്മുടെ എക്സിബിഷൻ ഉള്ളതാണ് ലിറ്റിൽ ബോക്സ് എന്ന് പറഞ്ഞത്. ലിറ്റിൽ ബോക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അവർക്ക് കണ്ട ഈ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ട്, ഏതെന്ന് ഒരെണ്ണം വാങ്ങണേ. അവൻ അത്യാവശ്യം, അവൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ ഐക്യെന്ന് വാങ്ങിയത് ഇതുപോലെ ചൂട് നിക്കില്ലല്ലോ. ഇതെന്തായാലും ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ കിട്ടും, എല്ലാം അഫോർഡബിൾ ആണ്. പെൻസിൽ കേസാ, ഓ അത് കൊള്ളാലോ. കൊള്ളാല്ലേ, അതിന്റെ ഡിസൈനും പെൻസിൽ വെച്ചിട്ടാ, കൊള്ളാല്ലേ പെൻസിൽ കേസ്. കുട്ടികൾക്ക് ഇത് സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കാനായിരിക്കും ഏറ്റവും എക്സൈറ്റ്മെന്റ്. ഇപ്പൊ എനിക്ക് വരെ ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു എക്സൈറ്റ്മെന്റ് അറിയോ. ബാഗ്സ് ഒക്കെ ഗുഡ് ക്വാളിറ്റി ആണ്. ഇവിടെ ഒരു കിഡിലെ റെയിൻ കോട്ട് ഉണ്ട്, ഒരു എക്സ്പെൻസീവ് ആണ് അത്, പക്ഷെ ഭയങ്കര നല്ല സാധനമാണ്. അതിവിടെ വെച്ചിട്ടുണ്ടോന്ന് അറിയില്ല, വേദു അതാ ഉപയോഗിക്കുന്നത്. ഡോണറ്റിന്റെ ഷേപ്പിലെ ബാഗ്, കൊള്ളാല്ലേ. സോ ലിറ്റിൽ ബോക്സ് നമ്മുടെ ഷോപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ കിഡ്സിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഒരു വളരെ നല്ല റെസ്പോൺസ് കിട്ടിയ നമ്മുടെ എക്സിബിഷന് കിട്ടിയ ചെയ്യാന്ന് പറഞ്ഞ കിഡ്സിന്റെ ബ്രാൻഡ് ഉണ്ട്. ഗേൾസിന് മാത്രമേ ഉള്ളൂ. മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണുള്ളൂ. എനിക്ക് ഉറപ്പായിരുന്നു പ്രിയ അത് ആദ്യമേ എടുക്കുള്ളൂ. ഇത് നല്ല ഭംഗിയില്ലേ, ഇതൊരു ക്യൂട്ട് അല്ലേ കാണാൻ. ഇതൊക്കെ നല്ല ഫ്ലവർ, അത് പല പല കളറിലെ ഫ്ലവേഴ്സ്. വന്നപ്പോ തന്നെ നല്ല റെസ്പോൺസ് കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതുവരെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബ്രാൻഡിങ് ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ഷൂട്ടിന് ദിയ ഇട്ടത് അതാണിത്. നല്ല ഭംഗിയില്ലേ, കളർഫുൾ ആയിട്ടുള്ള, നല്ലതായിട്ടുണ്ട്. ഇങ്ങനത്തെ നല്ല വെരി പ്രിറ്റി. ഇവരെല്ലാത്തിനും എനിക്ക് ഇതുപോലെ തന്നെ 1-2 പീസേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. മാത്രല്ല അഫോർഡബിളുമാണ്, എല്ലാം അഫോർഡബിൾ റേഞ്ചിലെ ഡ്രസ്സസ് ആണ്. എനിക്ക് ഇതെല്ലാം കണ്ട ദിയനോ എല്ലാം ദിയക്ക് ഫിറ്റോ അല്ലേ. കണ്ട ഇങ്ങനത്തെ ക്യൂട്ട് പോൾക്ക ഡോട്ട്സ് ഉള്ളതുണ്ട്, ഡ്രസ് ഉണ്ട്. പിന്നെ ഇത് നോക്ക്, ഇതും ദിയ ഇട്ടുണ്ട് ആദ്യം. ഇത് ഇട്ടായിരുന്നു. ഇതൊരു ചെറിയ ക്രോപ്പ് ടോപ്പും, ഇതിന്റെ ബട്ടൺ നോക്ക് ബാക്കില് ഇങ്ങനെയാ, നല്ലതല്ലേ. എന്നിട്ട് നല്ല എംബ്രോയിഡറി വർക്കുള്ള നല്ലൊരു സ്കേർട്ട്. അത് മാത്രല്ല ഇവര് ഈ ഡ്രസ്സിന്റെ ഓരോ ഹാങ്ങേഴ്സിലും എന്ത് എഫേർട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ഡ്രസ്സ് അവർക്ക് എന്തോരം ഇഷ്ടമായിരിക്കും. സോ അത്രയും പാഷനറ്റ് ആയിട്ടുള്ളവരെയാണ് ഈ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നത്. കൊറേ ഉണ്ട്. ഇത് നോക്ക്, ഇങ്ങനത്തെ നല്ല എംബ്രോയിഡറി വർക്കുള്ള, ഇത് ബി ആണെന്ന് തോന്നുന്നു. ഇത് നോക്ക് പ്രിന്റ് അല്ലേ. സോ അടുത്ത നമ്മുടെ പുതിയ ബ്രാൻഡ് ഇൻഡോ വെസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണ്, കുറച്ച് പാർട്ടി വെയർ ടൈപ്പ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ആണ്, പാർട്ടി കം ബീച്ച് വെയർ എന്നൊക്കെ പറയാം. എനിക്ക് ഇഷ്ടമായതിൽ ഇവരുടെ ഈ ലോങ് ഷ്രഗ് ഉണ്ടോ, ഇങ്ങനത്തെ ലോങ് ഷ്രഗ് ഉണ്ട്, ഇങ്ങനത്തെ പല കളേഴ്സും ഉണ്ട്. എല്ലാം കുറച്ച് ജിക്കയാണല്ലോ അല്ലേ. ഞാനും എടുത്തിട്ടില്ല ഇവിടുന്ന്, എനിക്ക് 4 ഡ്രസ് എനിക്ക് ഇഷ്ടമായി, നല്ല ഭംഗിയല്ലേ. പാർട്ടി വെയർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോ അല്ലെങ്കിലും ഇടാം, എവിടെ പോണെങ്കിലും ഇടാം. പക്ഷെ ഡിഫറെന്റ് ഒരു ലുക്ക് ഉള്ള കുറച്ച് ഇങ്ങനത്തെ ഇല്ലല്ലോ ഇവിടെ വേറെ. ഇല്ല, ഇങ്ങനത്തെ വേറെ ബ്രാൻഡ് ഇല്ലല്ലോ നമുക്ക്. ഇന്ത്യനും ആണ് വെസ്റ്റേണും ആണ്. അതാ തോന്നുന്നു ഇൻഡോ വെസ്റ്റേൺ, ഇന്ത്യനിഷ് ലുക്കും ഉണ്ട്, വെസ്റ്റേൺ പാറ്റേൺസ് ഇന്ത്യനും ആ ഡ്രസ് സ്റ്റൈല് വെസ്റ്റേണും ആയിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതിന്റെ ഗ്രീൻ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, പിങ്ക് ഗ്രീൻ. സോ ഇങ്ങനത്തെ ഒരു പുതിയ ബ്രാൻഡ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അതിന്റെ നേരത്തെ എടുത്തതിന്റെ വേറെ ഷെയ്ഡാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇങ്ങനത്തെ ഒരു വെസ്റ്റേൺ വെയറും ഇക്കം ഇന്ത്യൻ വെയറും ആണ് ഇൻഡോ വെസ്റ്റിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇൻഡോ വെസ്റ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സ്റ്റാഫ് കാണിച്ചു തരും ഏതാണ്. നമ്മുടെ അടുത്ത ബ്രാൻഡ് എന്ന് പറയുന്നത് കഫ്താൻസ് ആണ്. ഫുൾ അവരുടെ വെറൈറ്റി ടൈപ്പ് എല്ലാം നമ്മളിവിടെ വെറൈറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഇവരുടെ കഫ്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ലോങ് കഫ്താൻസ് ആണ്. ഇത് കണ്ടോ ഇവിടെ കണ്ടോ, ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട്.
സോ ഇങ്ങനത്തെ ലോങ് കഫ്താൻസ് കുറേ ഷെയ്ഡ്സ് ഉണ്ട് ഇവിടെ, പല പല പാറ്റേൺസ് ആയിട്ടുണ്ട് ഇവർക്ക്. നല്ലതല്ലേ? ഒരു സിൽക്കി മെറ്റീരിയൽ ആണല്ലോ. ഒരു സാറ്റിൻ ഫാബ്രിക്, സാറ്റിൻ ക്രീപ്പ് ഫാബ്രിക് ആണ്. സിൽക്ക് ഫാബ്രിക്കിന്റെ ഉണ്ട് ഇവർക്ക് കഫ്താൻസ്. കൂടാതെ ഇവർക്ക് കോട്ട് സെറ്റ്സും ഉണ്ട്. ഓ നൈസ്. ഇത് ടോപ്പ് ആയിട്ട് വരും. ഞാൻ പറഞ്ഞു ബട്ടർഫ്ലൈ സ്ലീവ് പോലെ ടോപ്പ് വരും, ഇതിന്റെ അകത്ത് ബോട്ടം ഉണ്ട്. കോട്ട് സെറ്റ്. കോട്ട് സെറ്റ്. ഓക്കേ. കൂടുതൽ കഫ്താൻസ് അല്ലേ ഇവർക്ക്? കഫ്താൻസാണ് കൂടുതലും അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ അതിന്റെ കൂടെ കോട്ട് സെറ്റ്സും ഉണ്ട്. ഷോപ്പ് ഇപ്പൊ നിറഞ്ഞാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ഫുൾ ഒരു റാക്കിലും ആക്ച്വലി ഇപ്പൊ നോക്കാനാണ് കുറച്ച് പാടെന്ന് തോന്നുന്നു. അത്രയധികം എവിടെ നോക്കിയാലും സാധനങ്ങൾ ഫുള്ളി സ്റ്റോക്ഡ് ആണ്. വെരി ഹാപ്പി ടു സീ ദാറ്റ്. ബ്രാൻഡ്സിന്റെ സൈഡിൽ ഈ ഒരു റിഫേർട്ട് വരുമ്പോഴാണ് കസ്റ്റമേഴ്സ് ഹാപ്പി ആവുന്നത്, നമ്മൾ ഹാപ്പി ആവുന്നത്. ലക്സ് എന്ന് പറഞ്ഞ ഡെയിലി വെയർ ആണ്, അവരുടെയും എല്ലാം സ്റ്റോക്ക് ചെയ്തു. ഇത് നോക്ക്, ജൂത്തിക്സ് എന്ന് പറയുന്നത് ഇവരുടെ ബ്രാൻഡ് മൊത്തം എല്ലാ സാധനങ്ങളും വെച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കും. ഇത് വന്നല്ലേ പാർട്ടി വെയർ ബ്രൈഡ്സ് എല്ലാത്തിനും സാരിയുടെ കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ ബാലി ബാഗ്സ് അത് വന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ അമ്മാസ് പിക്കിളിന്റെ റോസ് മിൽക്ക് നല്ല മൂവ്മെന്റ് ഉണ്ട്. മുറുക്ക് ഒരെണ്ണമുണ്ട്, ബാക്കിലുണ്ടോ ഒറ്റ ഒരെണ്ണമുള്ളൂ. പുതിയ ഫ്രഷ് ബാച്ച് വന്നിട്ടുണ്ട്. ബട്ടർ മുറുക്കും പൊടിയും എല്ലാ സാധനങ്ങളും ഇവരോട് പറയണം റീസ്റ്റോക്ക് ചെയ്യാനായിട്ട്. വെരി ഹാപ്പി ടു സീ ഇറ്റ് ലൈക്ക് ദിസ്. നോ ഫുള്ളി സ്റ്റോക്ക്ഡ് എവ്രി വൺ. ഇത് കൊള്ളാം, നമ്മുടെ പുതിയ ബ്രാൻഡാണ്. നല്ല പേര് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ ഇത് എങ്ങനത്തെ ടൈപ്പാണ്? ഇത് ഒരു വെറൈറ്റി ടൈപ്പ് സാരീസ്. ഞാനും ഇത് ഇങ്ങനെ അധികം അവിടെ കണ്ടിട്ടില്ല. ആക്ച്വലി നമ്മുടെ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു സിമിലർ ടു സുത സാരീസ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം. സുത ബോംബെ ബേസ്ഡ് ഒരു ബ്രാൻഡാണ്. അവരുടെയും കുറച്ച് ടൈപ്പുള്ള സാരീസ് ആണ്, പക്ഷെ അഫോർഡബിൾ റേറ്റിലാണ്. സോ ഇങ്ങനത്തെ ഹാൻഡ്ലൂം സാരീസ് ആണ് കൂടുതലും ഉള്ളത്. സോ ഇങ്ങനത്തെ ഒക്കെ കണ്ടോ, ഇതൊക്കെ ഒരു വൈറ്റ് ബ്ലൗസിന്റെ കൂടെ ഒക്കെ ഇട്ട പ്ലെയിൻ വൈറ്റ് ബ്ലൗസ്. യു ഹാവ് ടു സ്റ്റൈൽ ഇറ്റ്. ഏത് ഔട്ട്ഫിറ്റ് ആണെങ്കിലും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന അനുസരിച്ചിട്ടിരിക്കും. സോ ഹാൻഡ്ലൂമിൽ ഇങ്ങനെ ചെറിയ ഫ്ലവർ എംബ്രോയിഡറി ഒക്കെ വരുന്ന മാതിരി ആൻഡ് വെരി അഫോർഡബിൾ റേഞ്ചും ആണ്. ഇത് ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണത്. സോ ഇങ്ങനത്തെ സാരീസും ഉണ്ട്. പിന്നെ കുറേ ലവ് കണ്ടോ, ഇങ്ങനത്തെ ലവ് പ്രിന്റ് ഉള്ള സാരീസ് അവൈലബിൾ ആണ്. ഇതും അതുമാതിരി തന്നെ എല്ലാ സാരീസിലും ബ്ലൗസും അറ്റാച്ച്ഡ് ബ്ലൗസസ് ആണ്. ഇങ്ങനത്തെ എന്താ പറയാ അറിയോ, അത്യാവശ്യം വെറൈറ്റി ഉണ്ടല്ലോ. മൽമൽ സാരി. അത് മൽമലിന് അതായത് മിക്സഡ് ആയിട്ടുള്ള നമ്മള് ഇൻഡിഗോടെ ഒക്കെ പറയുമല്ലോ, ഡൈഡ് ടൈപ്പ്, ലൈറ്റ് വെയിറ്റ് ആണ്, വെരി ലൈറ്റ്. അതാണ് മൽമലിന്റെ ഒരു ഗുണം. മൽമൽ സാരി ഭയങ്കര ലൈറ്റ് ആയിരിക്കും, ഉടുക്കാനും എളുപ്പമായിരിക്കും, ഹെവി ആയിരിക്കില്ല മൽമൽ സാരീസ്. സോ ഇങ്ങനത്തെ മൽമൽ സാരീസ് പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. സാരി പോൾക്ക സാരിയും ഭയങ്കര ഇന്ന ഇപ്പൊ. ഇങ്ങനത്തെ ഇതിന്റെയും പല കളേഴ്സ് ഉണ്ട്. ഇത് വന്നിട്ട് ബാംബൂ ലിനൻ ആണ്. ബാംബൂ ലിനൻ സാരി. അത് തൊടുന്ന ആ സാരീസിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുമോ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ. ആൻഡ് വെരി അഫോർഡബിൾ റേഞ്ചിനാണ് ഈ സാരീസ്. നല്ല ഭംഗിയില്ലേ, ലൈറ്റ് വെയിറ്റ് സാരീസാണ്, ബാംബൂ ലിനൻ ആണ്. അതുപോലെ തന്നെ കോട്ടൺ. ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്, ഇതാണ് സാരി വരുന്നത്. സോ ഇങ്ങനത്തെ കുറെ വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയാ കോട്ടൺ സാരീസും അവൈലബിൾ ആണ് ഇവിടെ. അല്ലാതെയും നമുക്കുണ്ട് കേട്ടോ സാരീസ്. മാ ബുട്ടീക്ക് ഉണ്ട്, മുകുളം ഉണ്ട്. ഇവരൊക്കെ വളരെ നന്നായി ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇത് കാണുമ്പോ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. വിദ്യാബാലൻ എന്ന് പറയും. അല്ല, ഇന്ദിരാഗാന്ധി. എന്താ എനിക്ക് മാത്രം ഇന്ദിരാഗാന്ധിന്റെ ഓർമ്മ വരുന്നത്? എനിക്കറിയില്ല. ഇന്ദിരാഗാന്ധി സാരി ഞാൻ പേരിട്ടു. ഇതാണ് ഇന്ദിരാഗാന്ധി സാരി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടവേല് വരെ ഒരു ആർട്ടിസ്റ്റ്. അവസാനം ഒരെണ്ണം കൂടെ ഉണ്ട്. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, ആ അവസാനമല്ല. ഇവരുടെ അടുത്ത് ഞാൻ എപ്പോഴും ഇട്ട് ഇതില് ഊരാൻ പറയുന്ന ഔട്ട്ഫിറ്റ് ഞാൻ അവരോട് കടയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. കുറച്ച് ഐറ്റംസ് വന്നിട്ടുള്ളൂ, പക്ഷെ അവരുടെ കോഡ് സെറ്റ്സ് ഏർത്തി സ്പേസിന്റെ ആണ്. അതുപോലെ തന്നെ വളരെ ഏർത്തിയാണ്. എപ്പോഴും ബ്രീത്ത് ഇടുന്നത്. കോഡ് സെറ്റ്സ് ഭയങ്കര ബ്രീത്തബിൾ ഫാബ്രിക് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റും. എപ്പോ വേണമെങ്കിലും നമുക്ക് വീട്ടിലും പുറത്തും ഒക്കെ ഇട്ടോണ്ടാണ്. സോ അങ്ങനത്തെ കോഡ് സെറ്റ്സ് ഇവര് ഇപ്പൊ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് കൊണ്ടുപോയി വെപ്പിച്ചതാണ് കേട്ടോ. നിങ്ങളത് എടുത്ത് നിങ്ങളത് എടുത്തില്ലെങ്കിൽ എനിക്ക് ഇത് കളർ ഇഷ്ടായിട്ടാ. അതില്ല ഇല്ല, എടുത്തല്ലോ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ലോങ് ആണ്, മറ്റേത് ഷർട്ട് ടൈപ്പ് ആണ്. ഇത് ലോങ് ടോപ്പാ.
അതുപോലെ തന്നെ നമ്മുടെ ഇത് ഗിഫ്റ്റിങ്ങിന്റെ ബെറ്റർ ഹോംസും കുറെ പുതിയ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അല്ല ആ വായൊക്കെ നോക്ക്, ഞാൻ ഫുഡിന് വേണ്ടി വാ ഉറക്കുന്ന പോലെ ഉണ്ട്. സോ നെക്സ്റ്റ് സ്പാർക്കിൾ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവരുടെയും കൂടുതൽ ഭയങ്കര അഫോർഡബിൾ ആട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോൾ. എന്നിട്ട് അവർ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പർച്ചേസ് പ്രിയമം ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തു. ഏറ്റവും വില കുറഞ്ഞ സാധനം എടുത്തു ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ നല്ല കൊറിയൻ ബേസ്ഡ് ആണ് തോന്നുന്നു. ഇവര് പറഞ്ഞത് ഇമ്പോർട്ടഡ് ജ്വല്ലറി ആണ്. കളർ ഫേഡിങ് അഗെയിൻസ്റ്റ് 2 months 1 month കണ്ട് വാറന്റി ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ലേറ്റസ്റ്റ് ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ട്രെൻഡിങ് പാറ്റേൺസ് ആണ് അവർ കൊണ്ടുവരുന്നത്. ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് ആയതുകൊണ്ടായിരിക്കും. നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഇങ്ങനത്തെ എന്താ ഇപ്പത്തെ റണ്ണിങ് ട്രെൻഡ്സ് ആണ് ഇങ്ങനത്തെ കൂടുതലും. ഇത് ബ്രേസ്ലെറ്റ് ആണ്. ഇതൊക്കെ കണ്ടോ ഇങ്ങനത്തെ ഷെനലിന്റെ മാരത്തെ. അതിന്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ അവർക്ക്. കമ്മലും ഉണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കമ്മല്. ചെയിൻസും ഉണ്ട് കേട്ടോ. സി ഇതൊക്കെ ചെയിനാ. പിന്നെ ഒരു ലോക്കൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇതല്ലേ നല്ല ഉണ്ടല്ലേ, കണ്ടോ ലോക്ക്. പിന്നെ ഇത് നോക്കി, ഇതും എനിക്ക് ഇഷ്ടായി. നോക്കിക്കേ, ഈവിളായി ഉള്ള കുരിശു അല്ലേ. ഈവിളായും ഉണ്ട്, അതിന്റെ കൂടെ ക്രോസും ഉണ്ട്. എനിക്കൊരു ഈവിളൈയുടെ ബ്രേസ്ലെറ്റ് കണ്ടോ, നല്ല ഭംഗിയില്ലേ. എല്ലാം നല്ല ഒരു റിച്ച്നെസ് തോന്നിക്കുന്ന ഒരു ടൈപ്പാണ് ഇവരുടെ. ഇത് നോക്കൂ, ഇത് ബ്രേസ്ലെറ്റാ. ഇത് കണ്ടോ, നല്ലല്ലേ. ഇതൊക്കെ ദിലുനിടാം. ഇതെല്ലാം ഗേൾസിന്റെ സാധനങ്ങളാ. അല്ല, ഇത് ആണുങ്ങൾക്കൊക്കെ ഇടാം. സൽമാൻ ഖാനൊക്കെ ഇടാം. അത് മറ്റേ രൺവീർ കപൂർ ആനിമലിൽ ഇടുന്ന പോലെ ആയിരിക്കും, ഒരു ഗുണ്ടാ ലുക്ക് വരും. അപ്പൊ ഇതല്ലാതെ നമ്മുടെ ഷോപ്പില് ഫുള്ളി സ്റ്റോക്ക്ഡ് ആണ്. നിങ്ങൾ എവിടെ വന്നാലും പുതിയ പുതിയ ഐറ്റംസ് കാണാം. ബാങ്കോക്ക് ഫാഷനും ഫുള്ളി സ്റ്റോക്ക്ഡ് ആയിട്ടുണ്ട്. പുതിയ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ വന്ന് അടിച്ചു പൊളിച്ച് ഷോപ്പ് ചെയ്യാം അല്ലേ. അപ്പൊ ഗൈസ് ഇത് കഴിഞ്ഞ് ഞങ്ങള് ഓക്കെ ഗൈസ്, സോ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് ഫൺ വ്ളോഗ്. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു വ്ളോഗിൽ കേട്ടോ. ഞങ്ങൾക്കല്ല, ഇവിടെ മിക്ക ദിവസം വരും പാത്തു തച്ചു. അപ്പോൾ ഇപ്പം അവരൊക്കെ ഒന്ന് ഡിന്നറിനൊക്കെ ഒന്ന് പോവാണ്. സോ എന്തായാലും വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.